സോളാർ കൺട്രോളറാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന ഈ എക്യുപ്മെൻറ്റിൽ കുറേ കണക്റ്റേഴ്സ് കാണാം. ഇതിൻ്റെ ഫ്രണ്ട് പാനൽ കാണാം. ഈ ഫ്രണ്ട് പാനലിൽ രണ്ട് ഇൻഡിക്കേറ്റേഴ്സാണുള്ളത്. ഒന്ന് ബാറ്ററി ചാർജിങ്, വേറൊന്ന് ബാറ്ററി ലോ ഫോൾട്ട് എന്ന് പറയുന്ന രണ്ട് ഇൻഡിക്കേറ്റർ. അപ്പോൾ ബാറ്ററി ചാർജിങ് വരുന്നത് ഗ്രീൻ LED ആണ്, ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ബാറ്ററി ലോ റെഡ് LED ആണ് ഈ ഭാഗത്ത് വരുന്നത്. ഇതൊരു പൾസ് വിഡ്ത്ത് കൺട്രോളറാണ്. ഇവിടെ നമ്മൾ സോളാർ ഉപയോഗിച്ച് ഒരു ബാറ്ററി ചാർജ് ചെയ്യാനും അങ്ങനെ ഒരു ലോഡിലേക്ക് സപ്ലൈ കൊടുക്കാനുമാണ് നമുക്ക് ഇതുകൊണ്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പാനൽ കണക്ട് ചെയ്യണം, ബാറ്ററി കണക്ട് ചെയ്യണം, ലോഡ് കണക്ട് ചെയ്യണം. കൂടാതെ ഇതിലൊരു ഫ്യൂസും ഉണ്ട്. ഞാൻ ആ ഭാഗങ്ങൾ വ്യക്തമായിട്ട് പറയാം. ഫസ്റ്റ് P- P+ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പോയിൻ്റ് കാണുന്നുണ്ട്. അതാണ് സോളാർ പാനലിൻ്റെ നെഗറ്റീവ് എൻഡും പോസിറ്റീവ് എൻഡും കണക്ട് ചെയ്യുന്നത്. അടുത്ത് പാനലിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് B+ ആൻഡ് B- എന്ന് പറയുന്നതാണ്. അത് ബാറ്ററിയുടെ പോസിറ്റീവും ബാറ്ററിയുടെ നെഗറ്റീവും കണക്ട് ചെയ്യുന്ന പോയിന്റുകളാണ്. അതിനുശേഷം പിന്നെ L+ എന്ന് പറഞ്ഞ് രണ്ട് പോയിന്റും L- എന്ന് പറഞ്ഞ രണ്ട് പോയിന്റും ഉണ്ട്. പക്ഷെ ഇവിടെ അത് ഉദ്ദേശിക്കുന്നത് രണ്ട് ലോഡിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ ഒരു പ്ലസും ഒരു മൈനസും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതായത് ഒരു ലോഡ് മാത്രമേ ഇവിടെ കണക്ട് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ലോഡിനുള്ള പ്രൊവിഷനാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഫസ്റ്റ് പാനൽ കണക്ട് ചെയ്തു. അപ്പോൾ പാനലിൽ നിന്ന് വരുന്ന വോൾട്ടേജ് ബാറ്ററിയെ ചാർജ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ബാറ്ററി ചാർജർ നടക്കും. ഹെഡിങ് നോക്കിയേ, ഹൈ എഫിഷ്യൻസി സോളാർ ചാർജർ എന്നാണ്. അപ്പോൾ സോളാർ എനർജി ഉപയോഗിച്ച് ഒരു ബാറ്ററി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുള്ളത് DC ബാറ്ററിയെയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സോളാറിൽ നിന്ന് കിട്ടുന്ന DCയെ DC ആയി തന്നെ ചാർജ് ചെയ്യുന്നു. അപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യുന്നു. ഇനി വേറൊരു പ്രത്യേകതയും കൂടെ ഉള്ളത്, നമുക്ക് പാനല് ലൈറ്റ് ഉള്ളപ്പോഴും ലൈറ്റ് ഇല്ലാത്തപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിൽ വേരിയേഷൻ ഉണ്ടാകാം. അപ്പോൾ ലൈറ്റ് കൂടുമ്പോൾ വോൾട്ടേജ് കൂടി വരും, ലൈറ്റ് കുറയുമ്പോൾ വോൾട്ടേജ് കുറഞ്ഞു വരും. പക്ഷെ ബാറ്ററി ചാർജ് ചെയ്യാൻ ഒരു റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് നമുക്ക് ലഭിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചാർജിങ് വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്യുന്ന സർക്യൂട്ടാണ് നമുക്ക് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ കൂടിയ വോൾട്ടേജ് വന്നാലും കുറഞ്ഞ വോൾട്ടേജ് വന്നാലും ഒരു നിശ്ചിത വോൾട്ടേജിലായിരിക്കും ബാറ്ററി ചാർജ് ചെയ്യുന്നത്. പിന്നെ ബാറ്ററിയിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യുന്ന ലോഡ്, അപ്പോൾ ലോഡിൻ്റെ പ്രത്യേകത എങ്ങനെയായിരിക്കണം? കാരണം ബാറ്ററി സോഴ്സ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്, ദാറ്റ് മീൻസ് DC ആയതുകൊണ്ട് ലോഡും നമ്മൾ കണക്ട് ചെയ്യുന്നത് ഒരു DC ലോഡായിരിക്കണം കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ DC ലോഡിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾ കണ്ടിട്ടുള്ള സോളാർ ഇൻവേർട്ടർ ആയിട്ടുള്ള ഒരു ഫങ്ഷനൊന്നും ഇവിടെ സാധിക്കില്ല. ഇപ്പോൾ പറയുവാണെങ്കിൽ നമുക്കൊരു എമർജൻസി ലൈറ്റ് പോലെ നമുക്ക് ഉപയോഗിക്കാം. അതായത് ഒരു DC LED സെറ്റ്, ഒരു എറേ ഓഫ് LEDs കൊടുത്തു കഴിഞ്ഞാൽ ബാറ്ററിയിൽ നിന്ന് LED കത്തിക്കൊണ്ടിരിക്കും. ബാറ്ററിയുടെ ചാർജ് സെക്കൻഡറി സെല്ലല്ലേ നമ്മൾ കൊടുക്കാം. അപ്പോൾ ബാറ്ററിയുടെ ചാർജ് കുറയുന്നതിനനുസരിച്ചിട്ട് ഈ സോളാർ ചാർജർ സോളാർ പാനലിൽ നിന്ന് ബാറ്ററിയെ ചാർജ് ചെയ്യിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് സപ്ലൈ ഇല്ലാത്ത ഒരു സ്ഥലത്ത്, അതായത് ഇലക്ട്രിക് സപ്ലൈ ഇല്ലാത്ത ഒരു സ്ഥലത്ത് സോളാർ ഉപയോഗിച്ച് ബാറ്ററി ചാർജിങ്ങും നടക്കും. ബാറ്ററിയിൽ നിന്ന് ലോഡ്, ഇനി DC ലോഡ്, ലാമ്പോ ഏതെങ്കിലും വെച്ച് നമുക്ക് വർക്ക് ചെയ്യിക്കാനായിട്ട് സാധിക്കും. നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻ ഒന്ന് നോക്കാം. ഇത് സോളാർ ചാർജ് കൺട്രോളറാണ്. പിന്നെ ഇതിൻ്റെ മോഡൽ നമ്പർ അതൊക്കെ നമ്മൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷനായിട്ട് നോക്കേണ്ടതാണ്.
ഇനി അതിൻ്റെ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് DC 10 ആംപിയർ ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കറണ്ട് പറയുന്നത്. ഇനി ബാറ്ററി ടെർമിനലിലെ മാക്സിമം വോൾട്ടേജ് വരുന്നത് 25 വോൾട്ടാണ്. പാനലിൻ്റെ ടെർമിനലിലും 25 വോൾട്ടാണ്. ബാറ്ററി ചാർജിങ് വോൾട്ടേജ് 14.4 വോൾട്ടാണ് വരുന്നത്. എന്നാൽ അത് കുറയും എന്ന് പറഞ്ഞില്ലേ, അതായത് ഇപ്പോൾ വെളിച്ചമില്ലാത്ത സമയത്തൊക്കെ കുറയുന്ന സമയത്ത് ബാറ്ററിയിലേക്കുള്ള വോൾട്ടേജ് 10.8 കുറവായാൽ അത് കട്ടാവും. അങ്ങനെ കട്ടായി കഴിഞ്ഞാൽ റീകണക്റ്റ് വോൾട്ടേജ് 12 വോൾട്ടാണ്. ഓക്കെ. പിന്നെ നൈറ്റ് മോഡ് കൺസംഷൻ ഒരു 3 മില്ലി ആംപിയർ അതിന് കൺസ്യൂം ചെയ്യുന്നുണ്ട്. പിന്നെ 120 വാട്ടാണ് ഇതിൻ്റെ സോളാർ പാനലിൻ്റെ ഇതിൽ കണക്ട് ചെയ്യാനുള്ള സോളാർ പാനലിൻ്റെ കപ്പാസിറ്റി പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു കണ്ടീഷൻ പറഞ്ഞു, ഡോൺ, അതായത് പകൽ സമയങ്ങളിൽ നമ്മൾ ബൾബ് വേണമെങ്കിൽ കത്താത്ത രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അതായത് ലൈറ്റ് ഉള്ളപ്പോൾ നമുക്ക് ബൾബ് കത്തേണ്ടതില്ലല്ലോ. അപ്പോൾ നൈറ്റിൽ മാത്രം ബൾബ് കത്തുന്ന രീതിയിൽ പകൽ ബാറ്ററി ചാർജ് ചെയ്യലും നൈറ്റ് സമയത്ത് ബൾബ് അല്ലെങ്കിൽ ലോഡ് വർക്ക് ചെയ്യുന്ന രീതിയിലും ആയിട്ട് ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഡസ്ക് ടു ഡോൺ നോ എന്നുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഫീച്ചേഴ്സാണ് ഈ സോളാർ ചാർജ് കൺട്രോളറിന് നമുക്ക് ഉള്ളത്. നമുക്ക് ഇതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനായിട്ട് നോക്കിയാൽ അറിയാം 4 സ്ക്രൂസാണ് ഇതിനുള്ളത്. അത് നോക്കുക. സ്ക്രൂവിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കുക. സ്റ്റാർ സ്ക്രൂസാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർ സ്ക്രൂ ഡ്രൈവറാണ് യൂസ് ചെയ്യുന്നത്. കൂടാതെ വെന്റിലേഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ്സിനും വെന്റിലേഷൻ കൊടുക്കുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഹീറ്റിനെ എയർ പാസിംഗ് മൂലം ഹീറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇതിൻ്റെ ഇൻറ്റേർണൽ സർക്യൂട്ടറി. ഇതിൽ ഒരു 3 മോസ്ഫെറ്റാണ് ഇതിലുള്ളത്. നമുക്ക് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് മോസ്ഫെറ്റുകൾ വന്നിട്ടുള്ളത്. 3 മോസ്ഫെറ്റ് ഉണ്ട്. ആ മോസ്ഫെറ്റിന് 3 എണ്ണത്തിനും ഹീറ്റ് സിങ്കുകൾ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹീറ്റ് സിങ്കുകളാണ് ഇതിൻ്റെ എന്താ പറയുക, ഹീറ്റിനെ ഡെസിപ്പേറ്റ് ചെയ്ത് നമുക്ക് ഡാമേജ് വരാതെ, മോസ്ഫെറ്റിന് ഡാമേജ് വരാതെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റാണ് ഹീറ്റ് സിങ്കുകൾ. കണ്ടോ, അതിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഒരു ഫ്ലാറ്റ് ടൈപ്പ് അല്ല വെച്ചിരിക്കുന്നത്. ഓരോന്നിൻ്റെയും വെന്റിലേഷൻ ഇങ്ങനെ നമുക്കിങ്ങനെ ലൈനായിട്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഏരിയ എയറുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നതിന് വേണ്ടിയാണ് ഈ ഷേപ്പ് ഹീറ്റ് സിങ്കിന് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നേരെ ഒരു ഫ്ലാറ്റ് ടൈപ്പ് ഹീറ്റ് സിങ്ക് മാത്രമായിരുന്നെങ്കിൽ ഉണ്ടാകുന്ന ഏരിയയുടെ ഒരു 2 ഇരട്ടിയെങ്കിലും നമുക്കിവിടെ കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ സ്ലോട്ടുള്ള ടൈപ്പ് ഹീറ്റ് സിങ്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ മോസ്ഫെറ്റ് ഉപയോഗിച്ച് പൾസ് വിഡ്ത്ത് വ്യത്യാസപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ബാറ്ററിയിലേക്ക് വരുന്ന സപ്ലൈ കൂടുതൽ വിഡ്ത്തുള്ള സമയത്ത് അത്രയും ടൈം നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യും. ബാറ്ററി ചാർജിങ് കൂടുന്നതിനനുസരിച്ച്, അതായത് ചാർജിങ് ആവശ്യമില്ലാത്ത സമയം അനുസരിച്ച് നമുക്ക് വിഡ്ത്ത് കുറഞ്ഞ് അതൊരു സ്പൈക്ക് വരെ ആയി നമുക്ക് മാറാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ഇവിടെ എസെൻഷ്യലായിട്ട് തീരുന്നത് ബാറ്ററി ചാർജിങ്ങിന്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കണക്ഷനും ഇൻറ്റേർണൽ സർക്യൂട്ടറിയും ഇത്രയുമാണ് ഈ സോളാർ ചാർജറിന്. ഓക്കെ.